മയ്യന്താനി പകൽവീട് ചുറ്റുമതിൽ നിർമ്മാണം കരാറുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ ഈ ആവശ്യം ഉന്നയിച്ച് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയതായും ബഷീർ പറഞ്ഞു. നിർമ്മാണ പ്രവൃത്തിയിൽ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അടിയന്തരമായി കത്ത് നൽകിയിട്ടുള്ളത്. കരാറുകാരൻ പ്രവൃത്തിയിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ഗുരുതര വീഴ്ചയാണെന്നും PM ബഷീർ പറഞ്ഞു. ഈ ടെൻഡറിലൂടെയാണ് കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത്. എസ്റ്റിമേറ്റ് തുകയിൽ നിന്നും 10% കുറച്ചാണ് പ്രവൃത്തി ഇയാൾ ഈ ടെൻഡറിലൂടെ ഏറ്റെടുത്തത്. പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ വിഷയമാക്കുന്നത് ശരിയല്ല. നാട്ടിൽ വികസനം യാഥാർത്ഥ്യമാക്കാൻ പദ്ധതികൾ നടപ്പാക്കുകയാണ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഭരണസമിതി ഉത്തരവാദിത്വത്തോടെ ചെയ്യുക. ഇത് അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥരോ കരാറുകാരോ ശ്രമിച്ചാൽ അതിനെ നിയമപരമായി നേരിടുമെന്നും PM ബഷീർ പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വയോജനങ്ങൾക്കുള്ള പകൽ വീട് നിർമ്മാണം എന്ന് പറയുന്നത്. ഏറെ കാലത്തെ നിലമ്പൂരിൻ്റെ ചിരകാല സ്വപ്നമായിരുന്നു. അതിൻ്റെ ഒന്നാം ഘട്ട പ്രവൃത്തി കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പൂർത്തീകരിച്ചു. രണ്ടാം ഘട്ട പ്രവൃത്തിക്കാണ് ടെൻഡർ നടപടിയിലൂടെ കരാറുകാരന് വർക്കിംഗ് ഓർഡർ കൊടുത്തത്. ഈ ടെൻഡർ മുഖേനയാണ്, അല്ലെങ്കിൽ ഭരണസമിതിക്ക് താല്പര്യമുള്ള ഒരു കരാറുകാരനെ കൊണ്ട് കമ്മിറ്റി വർക്ക് പ്രകാരമല്ല ഈ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. കൊണ്ടോട്ടിക്കപ്പുറം ഉള്ള ഏതൊരു കരാറുകാരനാണ് ഈ ടെൻഡറിലൂടെ എസ്റ്റിമേറ്റ് തുകയേക്കാൾ 10% ബിലോക്ക് ഈ വർക്ക് എടുത്തത്. സ്വാഭാവികമായി വർക്ക് പരിശോധിച്ച് ആ എസ്റ്റിമേറ്റ് പ്രകാരം വർക്ക് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ഭരണസമിതിക്കോ കൗൺസിലർക്കോ ഒന്നല്ല. അത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്, നഗരസഭയുടെ ഓവർസിയറും എഞ്ചിനീയറും ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ്. അവരിത് കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് പരിസരത്ത് നിന്നും അതിൻ്റെ മതിലിന് വേണ്ടത്ര ആഴത്തിൽ വാനം മാന്തുന്നില്ല എന്നുള്ള ഒരു പരാതി വന്നത്. ഉടനെ തന്നെ ബന്ധപ്പെട്ട ഓവർസിയറോട് സ്ഥലം പരിശോധിക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കാനും ആവശ്യപ്പെട്ടതാണ്. ഓവർസിയർ സൈറ്റ് സന്ദർശിച്ച് അതിൻ്റെ നിർദ്ദേശം എസ്റ്റിമേറ്റ് പ്രകാരം ചെയ്യാനുള്ള നിർദ്ദേശം കരാറുകാരന് കൊടുത്തു എന്നാണ് അറിയിച്ചിരുന്നത്. പിന്നീടാണ് ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും പ്രവൃത്തി തടയുന്നത് ഉൾപ്പെടെയുള്ളതും ശ്രദ്ധയിൽപ്പെട്ടത്. തീർച്ചയായും ഇതിനകത്ത് ഭരണസമിതിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. നമുക്ക് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം പദ്ധതി വെക്കുക, അത് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുക എന്ന് മാത്രമേ ഉള്ളൂ. നിലമ്പൂർ നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ ഉൾപ്പെടെ ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണങ്ങൾ മുൻപേ തന്നെ ഉയർന്നിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കരാറുകാരനെതിരെ നിയമ നടപടികൾക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ ആരോപണവുമായി രംഗത്ത് വന്നത് ഏറെ ശ്രദ്ധേയമായി. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBAയോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IATA തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1 VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ, വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര.